കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് പുതുമയുള്ളൊരു കാര്യമല്ല. പല പ്രമുഖ കേരള കോൺഗ്രസ് നേതാക്കളുടെയും മക്കൾ MLA-മാരും MP-മാരും മന്ത്രിമാരുമായ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. പിതാവിൻ്റെ ലേബലിലാണ് പലരുടെയും രാഷ്ട്രീയ പ്രവേശനം നടന്നതെങ്കിലും ഇവരിൽ പലരും ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും മികച്ച കരിയർ പടുത്തുയർത്തിയതിനു ശേഷം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവരുമാണ്. ഇവരിൽ മിക്കവരും തന്നെ മികച്ച ജനപ്രതിനിധികളും പാർലമെന്റേറിയന്മാരും എന്ന നിലയിൽ അറിയപ്പെട്ടിട്ടുള്ളവരാണ്. മികച്ച രാഷ്ട്രീയ നേതാക്കളായി പേരെടുത്തിട്ടുള്ളവരാണ്. കേരള കോൺഗ്രസിലെ മക്കൾ രാഷ്ട്രീയത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പാർട്ടിയുടെ സ്ഥാപക നേതാവ് KM ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് നിലവിൽ കോട്ടയത്ത് നിന്നുള്ള MP-യാണ്. ഇതിനു മുമ്പ് 2 വട്ടം അദ്ദേഹം ഇടുക്കിയെ പ്രതിനിധീകരിച്ചും ഇന്ത്യൻ ലോക്സഭയിൽ എത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി രൂപീകൃതമായത് തന്നെ PT ചാക്കോയുടെ മരണത്തെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ ഒരു പിളർപ്പിനെ തുടർന്നാണ്. PT ചാക്കോയുടെ മകൻ PC തോമസ് 17 വർഷക്കാലം തുടർച്ചയായി ലോക്സഭയിൽ MP ആയിരുന്നു. അദ്ദേഹം AB വാജ്പേയി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയുമായിരുന്നു. ഇനി സ്ഥാപക നേതാക്കളിൽ മറ്റൊരാളായ R ബാലകൃഷ്ണപിള്ളയുടെ മകന്റെ കാര്യമെടുത്താൽ ഗണേഷ് കുമാർ പേരെടുത്ത ഒരു സിനിമാ നടനായിരുന്നു. അതിനുശേഷം 2001 മുതൽ തുടർച്ചയായി ഇങ്ങോട്ട് പത്തനാപുരത്ത് നിന്നുള്ള MLA-യാണ്. AK ആന്റണിയുടെ മന്ത്രിസഭയിലും ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലും ഇപ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭയിലും അദ്ദേഹം മന്ത്രി പദവി അലങ്കരിച്ചിട്ടുണ്ട്. KM മാണിയുടെ മകൻ ജോസ് K മാണി 2009 മുതൽ 2018 വരെ കോട്ടയത്തെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ MP ആയിരുന്നു. 2018 മുതൽ ഇന്ന് വരെ ഒരു ചെറിയ കാലഘട്ടം ഒഴിവാക്കിയാൽ അദ്ദേഹം രാജ്യസഭയിൽ MP-യാണ്. TN ജേക്കബിന്റെ മരണത്തെ തുടർന്ന് 2012 പിറവത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തിന്റെ മകൻ അനൂപ് ജേക്കബ് ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. ഇന്നും തുടർച്ചയായി അദ്ദേഹം പിറവത്തിന്റെ MLA പദവി അലങ്കരിക്കുന്നുണ്ട്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് തന്റെ പിതാവിന്റെ വലം കൈയായി നിന്നുകൊണ്ട് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയത്തിൽ സജീവമാണ്. കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ KSCയിലൂടെയാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചത്. 2021 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് സ്വതന്ത്ര അംഗമായി വിജയിച്ച് കയറിയ വ്യക്തിത്വം കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹം BJP-യിലാണ് പ്രവർത്തിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ മക്കൾ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും പുതുമുഖമാണ് PJ ജോസഫിന്റെ മകൻ അബു ജോസഫ്. ഇങ്ങനെ നോക്കുമ്പോൾ കേരള കോൺഗ്രസ് മക്കൾ രാഷ്ട്രീയക്കാരിലെ പുതുമുഖമാണ് PJ ജോസഫിന്റെ മകൻ അബു ജോസഫ്. എന്നാൽ പല കേരള കോൺഗ്രസ് വിഭാഗങ്ങളുടെയും കാര്യത്തിൽ സംഭവിച്ചതുപോലെ അപ്പന് പിന്നിൽ രണ്ടാമനായിട്ടല്ല അബുവിന്റെ രാഷ്ട്രീയ പ്രവേശം എന്നതും നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. 2008 മുതൽ PJ ജോസഫ് സ്ഥാപിച്ച ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ വൈസ് ചെയർമാനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുരംഗത്തേക്കുള്ള കടന്നുവരവ്. ഈ ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് പതിറ്റാണ്ടുകളായി തൊടുപുഴയിൽ കാർഷിക മേളയെല്ലാം സംഘടിപ്പിക്കുന്നത്. പിന്നീട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പോഷക സംഘടന എന്ന നിലയിൽ IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിക്കുകയും അതിന്റെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്നലെയാണ് അദ്ദേഹം പാർട്ടിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന പല മാധ്യമ വാർത്തകളും സൂചിപ്പിക്കുന്നത് അബു PJ ജോസഫിനും മോൻസ് ജോസഫിനും കീഴിൽ പാർട്ടിയിലെ മൂന്നാമനാണ്. ചിലർ പറയുന്നു അബു PJ ജോസഫിന് തൊട്ടു പിന്നിൽ പാർട്ടിയിലെ രണ്ടാമനാണ്. എന്നാൽ കേരള കോൺഗ്രസിലെ പദവികളുടെ ഹയറാർക്കി നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ പരമോന്നത പദവിയായ പാർട്ടി ചെയർമാൻ പദവി അലങ്കരിക്കുന്നത് PJ ജോസഫാണ്. 2ാം സ്ഥാനത്തുള്ളത് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനായ PC തോമസ് ആണ്. 3ാം സ്ഥാനത്തുള്ളത് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായ മോൻസ് ജോസഫാണ്. 4ാം സ്ഥാനത്തുള്ളത് പാർട്ടി സെക്രട്ടറി ജനറൽ ജോയി എബ്രഹാമാണ്. ഇതിന് തൊട്ടു താഴെ 3 പേരാണ് ഒരേ പദവി അലങ്കരിക്കുന്നവർ. പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻമാരായി മുൻ മന്ത്രി TU കുരുവിളയുണ്ട്, കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, മുൻ MLA-യും ചീഫ് വിപ്പുമായ തോമസ് ഉണ്ണിയാടനുമുണ്ട്. ഇതിനു താഴെയാണ് സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന നിലയിൽ അബു ജോസഫിന്റെ പദവി. അങ്ങനെ സാങ്കേതികമായി നോക്കിയാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ 8ാമനാണ് PJ ജോസഫിന്റെ മകൻ അബു ജോസഫ്.
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പി ജെ ജോസഫ് മാറി നിന്നുകൊണ്ട് അദ്ദേഹം തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയാകുമെന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഏതാണെങ്കിലും ഈ യാഥാർത്ഥ്യങ്ങളും കേരള കോൺഗ്രസിലെ മക്കൾ രാഷ്ട്രീയത്തിന്റെ ചരിത്രവും നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.